വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധാർമികതക്കെതിരെ തിരുത്തും തീർപ്പുമായി കലമാറിക്കൊണ്ടിരിക്കുന്ന ഈ മാഫിന്റെ വേദിയിൽ ഇരുട്ടും അഗ്നിതയും ട്രെൻഡായി മാറുന്ന ഈ പുതിയ കാലത്തെ വിജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരൽപ്പ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവസരം കൊണ്ട് അനുഗ്രഹിച്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. കാലാവസ്ഥയും കാലക്രമവും കാലഘടനയും എല്ലാം വൈരുദ്ധ്യമായി കൊണ്ടിരിക്കുന്ന യുഗത്തിൽ ലോകമാനുഷികതയും വൈരുദ്ധ്യമായി കൊണ്ടിരിക്കുന്നു. അറിവുള്ളവർ അവഗണിക്കപ്പെടുന്നു, അറിവില്ലാത്തവരും അജ്ഞരും ആദരിക്കപ്പെടുകയും നേതൃസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമ്പന്നന്മാരാണോ എന്ന ഖുർആൻ വചനത്തിന്റെ പൊരുളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. കൂട്ടുകാരെ, നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ ചുറ്റുപാടുകളിലും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്, നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം കേവലം കോമാളി വേഷമാണ്, പട്ടുമനുഷ്യരാണ്. അറിവിന് യാതൊരു പ്രാധാന്യം നൽകാത്ത ഒരു സമൂഹമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം അറിവിന് പ്രാധാന്യം നൽകിയതുപോലെ ഒരു ദാർശനികതയും ഒരു സംസ്കാരവും അറിവിന് പ്രാധാന്യം നൽകിയിട്ടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. പ്രിയപ്പെട്ടവരെ, വിജ്ഞാനം വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണെന്നും അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയുണ്ട്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് അറിവുള്ളവർ ചെയ്യണമെന്നാണ്. അതായത് എല്ലായിടങ്ങളിലും അറിവിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. പ്രിയമുള്ളവരെ, അറിവുള്ളവർ എല്ലായിടങ്ങളിലും ആദരിക്കപ്പെടുന്നു. ഏത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരും മറ്റുദ്യോഗങ്ങളിൽ വിരാജിക്കുന്നവരും പണ്ഡിതന്റെ അടുക്കലാണ് അവരുടെ മതീയ കാര്യങ്ങൾ അഭയം തേടുന്നത്. അറിവന്വേഷകർക്ക് ഇസ്ലാം നിരവധി ഗുണപാഠങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരാൾ ഒരു അറിവ് പഠിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴും എല്ലാവരുടെ നന്മയുടെ പ്രതിഫലം ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്ത ആളിലേക്ക് എത്തുന്നു. തുടങ്ങിയ നിരവധി ഗുണപാഠങ്ങൾ ഇസ്ലാം അറിവുള്ളവർക്കായി ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അറിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, കേവലം മതവിദ്യാഭ്യാസം അഭ്യസിക്കുന്ന ചാട്യം ഇസ്ലാമിനില്ല. ഭൗതിക വിദ്യാനുകൂലിനെ ഇസ്ലാം വിലക്കിയിട്ടുമില്ല. ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അറിവന്വേഷിച്ച് വിജ്ഞാന മേഖലയിൽ ഉന്നതരായ നിരവധി പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇബ്നു ഹൈസമിനെ പോലെ, അൽബിറൂനിയെ പോലെ, ജാബിർ ഇബ്നു ഹയ്യാനെ പോലെ, ഇബ്നു ഖൽദൂനെ പോലെ നിരവധി പണ്ഡിതന്മാർ ശാസ്ത്ര ലോകത്ത് പൈതൃകം കാത്തു സൂക്ഷിച്ചവരാണ്. മഹാനായ തൈവ ഉസ്താദ് പാടിയ പോലെ ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. മതവിദ്യാഭ്യാസം സഹനിക്കാത്ത യാതൊരു വിദ്യാഭ്യാസവും ഇസ്ലാം എതിർക്കുന്നില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലിബറലിസം, സർവമത സത്യവാദവും ഒക്കെ കച്ചമുറുക്കിയ നവകാലത്ത് ഭൗതികക്ക് പിന്നാലെ ഓടുന്ന പുതുതലമുറ ദീനിനെ വില കൽപ്പിക്കാത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പോലും തള്ളിപ്പറയുന്ന കെട്ടകാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്രസ സംവിധാനങ്ങളുടെ പ്രാധാന്യവും മതവിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ആവശ്യകതയും ദർസി സംവിധാനങ്ങളുടെ നിലനിൽപ്പും ഇന്നത്തെ കാലത്ത് പ്രസക്തമാകുന്നത് അവിടെയാണ്. അക്കിത്തം പറഞ്ഞതുപോലെ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന നിലപാടിലേക്ക് നമ്മളുടെ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിവ് കൊണ്ട് തളർക്കണം. നാഥൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.